എന്നോട് ശനിയാഴ്ച രാത്രി അമ്മ വിളിച്ചു പറഞ്ഞു, എടി കൊച്ചേ, നാളെ എനിക്ക് കള്ളപ്പത്തിൻ്റെ ഓർഡറുണ്ട്. എൻ്റെ അമ്മയ്ക്ക് കാറ്ററിംഗ് ആട്ടോ. അപ്പം 1000 കള്ളപ്പത്തിൻ്റെ ഓർഡറുണ്ട്. ഇവിടെ പള്ളിയിലേക്കാണ്. നാളെ പള്ളിയിലിവിടെ കള്ളപ്പവും ബീഫുമാണ്. അത് കേട്ടപ്പോൾ എനിക്കും കൊതി. ഞാൻ പറഞ്ഞു, അമ്മേ, ഒരു 2-3 എനിക്കും കൊണ്ടുപോയി തരുമോ? പിന്നെന്താന്ന് അമ്മയും പറഞ്ഞു. അങ്ങനെ ഞായറാഴ്ച രാവിലെയായി. ഈ കാര്യം ഓർത്തുകൊണ്ടാട്ടോ കിടന്നുറങ്ങണേ. രാവിലെ എണീറ്റ് അവിടുത്തെ കടയിലെ ചേട്ടനെ വിളിച്ച് പറഞ്ഞു, ചേട്ടാ, 1 കിലോ ബീഫ് വേണം. ചേട്ടൻ ഒരു ഓട്ടോയ്ക്ക് സന്തോഷപൂർവ്വം കൊടുത്തു വിട്ടു. ഞാനത് മേടിച്ച് ഉണ്ടാക്കുന്ന കേട്ടോ ഈ കാണുന്നത്. 2 പിള്ളേരെ വെച്ചുകൊണ്ട് ഇത് ഉണ്ടാക്കൽ ഭയങ്കര ടാസ്ക് തന്നെയാണ്. അതുകൊണ്ട് ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പി ഉണ്ടാക്കുന്നത്. ആദ്യം കഴുകി വെച്ച ബീഫ് കുക്കറിനകത്തേക്കിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാൻ വെച്ചു. ഒരു 5-6 വിസിലത് വെന്ത് കിട്ടി. പിന്നെന്താ, ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് ലേശം ജീരകം കൊണ്ടിട്ട് പൊട്ടിച്ചെടുത്തു. പെരുംജീരകം കേട്ടോ. പിന്നെ അരിഞ്ഞ് വെച്ചേക്കുന്ന കിടിപിടി സാധനങ്ങളായ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടി ഇട്ടു. പിന്നെ നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന പൊടിയെല്ലാം കൂടി ഇട്ട് നല്ലോണം മൂപ്പിച്ചിങ്ങെടുത്തു. നല്ലോണം മൂത്ത് കഴിഞ്ഞപ്പോൾ കുക്കറിലിരിക്കണ നമ്മുടെ ബീഫ് ഒട്ടനെ എടുത്തൊഴിച്ച് നല്ലോണം കുരുക്കി വറ്റിച്ചങ്ങെടുത്തു. ഹാവൂ, എന്താ ഒരു മണം! ഞങ്ങളുടെ അമ്മ കാറ്ററിംഗ് വർക്ക് തുടങ്ങിയതിന് ശേഷം ഇതൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ. ഇതെല്ലാം പണ്ട് കഴിച്ചൊരു ഓർമ്മയായിട്ടങ്ങ് മാറിയതായിരുന്നു. ഈ കാറ്ററിങ്ങിലുള്ള പണിയെല്ലാം എടുത്തു കഴിഞ്ഞ് പിന്നെ ഇതൊക്കെ ഉണ്ടാക്കാൻ മടിയാ അമ്മയ്ക്ക്. എന്താണേലും എൻ്റെ അപ്പൻ ദേ നമ്മുടെ കള്ളപ്പം കൊണ്ട് വന്നിരിക്കുക. ഞാനിങ്ങനെ കാത്തിരിക്കുമായിരുന്നു കേട്ടോ. അയ്യോ, ഒരു പെട്ടി നിറയും കള്ളപ്പമൊന്നും അല്ലേ, അതിനകത്ത് പല സാധനമുണ്ട്. ചക്കയുണ്ട്, മാങ്ങയുണ്ട്, ചക്കക്കുരുവുണ്ട്, ചക്കപ്പഴമുണ്ട്, അങ്ങനെ പല സാധനങ്ങളുണ്ട്. എന്തായാലും അതിനകത്ത് നമുക്ക് വേണ്ട കള്ളപ്പം എടുത്ത് ബീഫും എടുത്ത്